ഹായ് എവ്രി വൺ. സോ ഇന്ന് ജാനുവരി 6 ആണ്. അപ്പോൾ ഒരു കോട്ട് പറയുന്നുണ്ട്, കർമ്മത്തിൻ്റെ വിത്ത് സങ്കല്പമാണ്, വിത്ത് ഗുണമുള്ളതെങ്കിൽ ഫലം ശ്രേഷ്ഠമായിരിക്കും. സോ നമ്മളെപ്പോഴും ഓരോ കർമ്മവും ചെയ്യുന്നത് ഒരു വിത്ത് പോലെയാണ് അല്ലേ. നമ്മളിപ്പോൾ ഈ മരങ്ങളൊക്കെ വരുന്ന പോലെ പണ്ട് ആരോ ഇട്ടതാണ് ഈ നമുക്കൊരു ഷെയ്ഡായിട്ട് വന്നത്, ഒരു ഷാഡോ ആയിട്ട് വരുന്നത്. സോ നമ്മൾ നല്ല കർമ്മം ചെയ്യുക. അപ്പോൾ നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മുടെ ഫാമിലി ലൈനിൽ നല്ല കർമ്മം ചെയ്യുമ്പോൾ നല്ല സോൾസുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ മക്കളും പേരക്കുട്ടികളൊക്കെ നല്ല രീതിയിൽ നമ്മുടെ ഈ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ ഹെൽപ്പ് ചെയ്യും. സോ അത് ശ്രദ്ധിക്കുക. ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് ഒരു ആക്ഷനാണ് എടുക്കാൻ പോകുന്നത് എന്നാണ് നോക്കുന്നത് കേട്ടോ. ഇന്ന് എനിക്ക് അങ്ങനെയാണ് ഈ യൂട്യൂബിൽ വന്നത്. 6 ആണ് കാണിക്കുന്നത്, Jan 6. ഓക്കെ, ഇനി നമുക്ക് Jan 11 പറയുന്നതും ഒരു 11-1 പോർട്ടൽ പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു എനർജി നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. 11-ാം തീയതി മീൻസ് സാറ്റർഡേ ആണ് കാണിക്കുന്നത്, സെക്കൻഡ് സാറ്റർഡേ. അപ്പോൾ 11-1 പോർട്ടൽ കഴിഞ്ഞ പോലെ തന്നെ 11-1 പോർട്ടലും ഏതാണ്ട് ഇതുപോലത്തെ ഒരു പോർട്ടൽ തന്നെയാണ്. ഓക്കെ, സോ എനർജീസ് അപ്പോഴും ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഉണ്ടായിരിക്കും. നമുക്ക് നോക്കാം ഈ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ടവർ കാർഡാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയത് പെട്ടെന്ന് ഒരു സഡൻ ചേഞ്ച് ആയിരുന്നു. ടവർ മൂവ്മെന്റ്സ് എന്താണ് വരുന്നത്? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന വേ ഇറ്റ്സ് നോട്ട് റൈറ്റ്, അല്ലെങ്കിൽ ഇതല്ല, നിങ്ങളെ കണ്ടുപിടിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പാത ഇതുവരെ പോയിരുന്നത് കറക്റ്റ് അല്ല. ടവർ വരുമ്പോഴാണ് ശരിക്കും നമ്മുടെ ആ ഒരു ഉള്ളിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് നമുക്ക് വേണ്ടി ഇരിക്കാൻ ശ്രമിക്കുന്നത്. അതാണ് ആദ്യം യൂണിവേഴ്സ് ശ്രദ്ധിക്കുന്നത്. ടവർ മീൻസ് എ ബിഗ് ചേഞ്ച് ആണ്. നമ്മളുടെ പഴയ ദുശീലങ്ങൾ, ഹാബിറ്റ്സ്, ഫാമിലി ലൈനിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരുപാട് നെഗറ്റീവായിട്ടുള്ള തോട്ട് പ്രോസസ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് മണി ബ്ലോക്കേജസ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക്. കുറേ പേര് പറയും ചേച്ചി മണി ബ്ലോക്കേജസ്, മണി ബ്ലെസ്സിങ്സ് വരുന്നില്ല. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് നമുക്ക് നമ്മുടെ ചിന്താഗതിയാണ് അത് മാറ്റിക്കഴിഞ്ഞാൽ, അതാണ് ഇന്നത്തെ ഒരു കോട്ട് പറഞ്ഞത്. ചിന്താഗതിയാണ് നമുക്ക് കിട്ടുന്ന എനർജി. ഇന്നലെ ഒരു ബ്രേസ്ലെറ്റ്സ് വേണമെന്ന് പറയുമ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പൈസ വരുമോ? അപ്പോൾ അത് നമ്മുടെ ചിന്ത. നമ്മൾ എത്ര വലിയ ഒരു ഹീലറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ദൈവം വന്നിട്ട് നമുക്ക് ബ്രേസ്ലെറ്റ്സ് തന്നാലും നമ്മൾ ചിന്തിക്കണേ പൈസ വരുമോ അല്ലെങ്കിൽ നഷ്ടം വരും. ഈ ചിന്ത നിങ്ങളെ ആ ഒരു എനർജി തന്നെ നിങ്ങളേക്ക് കൊണ്ടുവരും. സോ എപ്പോഴും നിങ്ങൾ ചിന്ത മാറ്റണം. സോ അതാണ് ടവർ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. ചേഞ്ചസ് ആണ്, എക്സ്ട്രീം ചേഞ്ചസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എനിക്ക് തോന്നുന്നു തേർഡ് പാർട്ടിയുമായിട്ടും അവരത്ര വലിയ നല്ല രീതിയിലല്ല. യെസ്, അതാണ് മൂൺ കാർഡ് വന്നിട്ടുള്ളത്. യെസ്, മൂൺ കാർഡ് മീൻസ് തേർഡ് പാർട്ടീനെ അവർ നല്ല രീതിയിൽ വിശ്വസിച്ചെങ്കിലും ദേ ആർ ചീറ്റിംഗ്, അല്ലെങ്കിൽ അവർ ഒരുപാട് തേർഡ് പാർട്ടി ചീറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പല രീതിയിലും സീക്രറ്റ്സ് ചെയ്യുന്നത് ഇവർ അറിയുന്നുണ്ട്. അപ്പോഴും അവർ ഹൃദയത്തിൽ ടവർ മൂവ്മെന്റ്സ്, അവർ തമ്മിലും പെട്ടെന്ന് ഒരു അധികം ബോണ്ടൊന്നുമില്ല. മാരേജ് പ്രശ്നം, മാരേജ് ചെയ്തൊക്കെ ആയിരിക്കാം. ടവർ മൂവ്മെന്റ്സ് കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്. മൂൺ കാർഡാണ്. നിങ്ങളുടെ ഷാഡോ സെൽഫൊക്കെ ഒന്ന് ഹീൽ ചെയ്തോളൂ. യെസ്, അവരുടെ ലൈഫിൽ 5 ഓഫ് പെന്റക്കിൾസ് ആണ്. ഫിനാൻഷ്യൽ ആയിട്ടുള്ള നഷ്ടങ്ങൾ കാണിക്കുന്നുണ്ട്. ആൻഡ് 3 ഓഫ് വാൻസ് ആണ്. സോ അവരെന്തായാലും